എന്നോട് ഇതുവരെ ആരും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല. ആരും പരിഗണിക്കാറില്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരെ പരിഗണിക്കുന്നതിനോളം മികച്ച അനുഭൂതി വേറെയില്ല. അത്രത്തോളം തഴയപ്പെട്ട ഒരുവന് മാത്രമേ അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനാകൂ. ഉള്ളിൽ കടലുപോലെ സ്നേഹമുണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്ക് തോന്നും സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ മസിൽ പിടിച്ചിരിക്കുന്നതല്ല. എനിക്കും ആഗ്രഹമുണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാൻ, അവരോടൊത്ത് ആർത്തുല്ലസിച്ച് സമയം കളയാൻ, പ്രണയിക്കാൻ, ഫോൺ വിളിച്ച് വാതോരാതെ സംസാരിക്കാൻ, അറിയില്ലെങ്കിലും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനുമൊക്കെ. പക്ഷേ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. സ്വയം വേദനിപ്പിച്ച് ആശ്വസിക്കുന്ന ഒരു സൈക്കോ മനസ്സ്. പ്രിയപ്പെട്ട മനുഷ്യരോട് എത്ര ഇഴുകിച്ചേരാൻ ശ്രമിച്ചാലും ഒറ്റപ്പെട്ടു പോകുന്നു. ഏതാൾക്കൂട്ടത്തിലും ആരും ശ്രദ്ധിക്കാത്ത ഒരു തുരുത്തായി മാറുന്നു. ഇബിലുവിൻ്റെ ഉള്ളിൽ കാട് പൂക്കുന്നവർ. എന്നോട് ഇതുവരെ ആരും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല. ആരും പരിഗണിക്കാറില്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരെ പരിഗണിക്കുന്നതിനോളം മികച്ച അനുഭൂതി വേറെയില്ല. അത്രത്തോളം തഴയപ്പെട്ട ഒരുവന് മാത്രമേ അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനാകൂ. ഉള്ളിൽ കടലുപോലെ സ്നേഹമുണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്ക് തോന്നും സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ മസിൽ പിടിച്ചിരിക്കുന്നതല്ല. എനിക്കും ആഗ്രഹമുണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാൻ, അവരോടൊത്ത് ആർത്തുല്ലസിച്ച് സമയം കളയാൻ, പ്രണയിക്കാൻ, ഫോൺ വിളിച്ച് വാതോരാതെ സംസാരിക്കാൻ, അറിയില്ലെങ്കിലും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനുമൊക്കെ. പക്ഷേ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. സ്വയം വേദനിപ്പിച്ച് ആശ്വസിക്കുന്ന ഒരു സൈക്കോ മനസ്സ്. പ്രിയപ്പെട്ട മനുഷ്യരോട് എത്ര ഇഴുകിച്ചേരാൻ ശ്രമിച്ചാലും ഒറ്റപ്പെട്ടു പോകുന്നു.